ഓക്കെ, എന്താണ് ഈ ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ? ഈ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഗവൺമെന്റ് ബഡ്ജറ്റിന് നമുക്ക് ഡെഫിനിഷൻ കൊടുക്കാം. ഈസ് ദ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ എസ്റ്റിമേറ്റഡ് റെസീപ്റ്റ്സ് അല്ലെങ്കിൽ ഇൻകം ആൻഡ് ദ എസ്റ്റിമേറ്റഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഗവൺമെന്റ് ഫോർ എ ഫൈനാൻഷ്യൽ ഇയർ. ഒരു ഫൈനാൻഷ്യൽ ഇയറിലേക്ക് ഒരു ഗവൺമെന്റ് എക്സ്പെക്ട് ചെയ്യുന്ന ഇൻകം, അവരുടെ വരുമാനങ്ങളും അതുപോലെ അവർ എക്സ്പെക്ട് ചെയ്യുന്ന അവരുടെ ചിലവുകളും. അതായത് ഇപ്പൊ ഏതാ ഫൈനാൻഷ്യൽ ഇയർ? ഏതാ 2025-26 ഫൈനാൻഷ്യൽ ഇയറിലല്ലേ നമ്മളിപ്പോ നിൽക്കുന്നത്. ഈ ഫൈനാൻഷ്യൽ ഇയറിലേക്കാണ് ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ഈ ഫെബ്രുവരി 1 നിർമ്മല സീതാരാമൻ ജി വന്നിട്ട് 2026-27 ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു. അടുത്ത ഒരു ഫൈനാൻഷ്യൽ ഇയറിലേക്ക് നമ്മുടെ ഗവൺമെന്റ്, അതായത് ഇന്ത്യ ഗവൺമെന്റിന് ഉണ്ടാകാൻ പോകുന്ന, അവർ പ്രതീക്ഷിക്കുന്ന വരുമാനങ്ങളും എന്തൊക്കെയാണ്, അതിന്റെ ഒരു ലിസ്റ്റ്, എസ്റ്റിമേറ്റഡ് റെസീപ്റ്റ്സ് അല്ലെങ്കിൽ ഇൻകം, അവർക്ക് ഉണ്ടാകാൻ പോകുന്ന ഇൻകത്തിന്റെ ഒരു ഡീറ്റെയിൽ അവരെടുക്കും. അവർ എസ്റ്റിമേറ്റ് ചെയ്യണം എന്തൊക്കെ ഇൻകം അവർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് കറക്റ്റ് ആയിരിക്കും, ചിലപ്പം അതിൽ കൂടുതൽ കിട്ടാം, അതിൽ കുറവായിരിക്കും, എസ്റ്റിമേഷൻ ആണ്. പിന്നെ അവർക്കുണ്ടാകുന്ന എക്സ്പെൻഡിച്ചർ, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, ഡിഫൻസ്, എനിക്ക് എത്ര രൂപ സ്പെൻഡ് ചെയ്യണം, ചുമ്മാ എടുത്ത് അങ്ങ് ചിലവാക്കുമല്ല, കൃത്യമായ പ്ലാനിങ് ആവശ്യമാണ്. പ്ലാനിങ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് അല്ലേ? പ്ലാനിങ് ഇമ്പോർട്ടന്റ് ആണ്, ബിസിനസ് സ്റ്റഡീസ് പഠിച്ചില്ലേ? അപ്പൊ ആ പ്ലാൻ ചെയ്യുന്നു, അവരുടെ റെസീപ്റ്റ്സ് എന്തൊക്കെയാണ്, അവരുടെ എക്സ്പെൻഡിച്ചർ എന്തൊക്കെയാണ്, അടുത്ത ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ ഗവൺമെന്റ് ഉണ്ടാകുന്നത്. ഇതൊരു സ്റ്റേറ്റ്മെന്റ്, ചുമ്മാതെ വന്നിട്ട് വായിക്കുമല്ല, ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യും. ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഒരു കൃത്യമായിട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യും. ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, AFS പ്രിപ്പയർ ചെയ്യാണ്. നമ്മുടെ ബിസിനസ്സുകൾക്ക് നിങ്ങൾ AFS പ്രിപ്പയർ ചെയ്യത്തില്ലേ? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യത്തില്ലേ? ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യത്തില്ലേ? അതുപോലെ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നു. അപ്പം ഗവൺമെന്റ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ ഗവൺമെന്റിന് ഉണ്ടാകാൻ പോകുന്ന റെസീപ്റ്റുകളെ പറ്റിയും ഉണ്ടാകാൻ ചാൻസ് ഉള്ള എക്സ്പെൻഡിച്ചറിനെ പറ്റിയും ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഗവൺമെന്റ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അപ്പൊ MCQ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആർട്ടിക്കിൾ 112 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ബഡ്ജറ്റിനെ പറ്റി പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 112 അനുച്ഛേദത്തിലാണ് അല്ലെങ്കിൽ ആർട്ടിക്കിളിലാണ് എന്താ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് ബഡ്ജറ്റിനെ പറ്റി പറയുന്നത്. അപ്പൊ എന്താ അവിടെ പറയുന്നത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എല്ലാ വർഷവും പാർലമെന്റിന് മുമ്പാകെ ബഡ്ജറ്റ് അവതരിപ്പിക്കണം. അപ്പം ഭരണത്തിൽ നിൽക്കുന്ന ഗവൺമെന്റ് എല്ലാ വർഷവും പാർലമെന്റിന് മുൻപാകെ ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ടതാണ്, പ്രസന്റ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അപ്പം കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 112 പറയുന്നത് എന്താ? ഫൈനാൻഷ്യൽ ഇയറിൽ, ഇന്ത്യയിലെ ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പോൾ ഒരു വർഷം April 1 മുതൽ അടുത്ത വർഷം March 31 വരെയാണ് ഇന്ത്യയിലെ ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. അപ്പം ഈ 2026 April 1 മുതൽ 2027 March 31 വരെയാണ് അടുത്ത ഫൈനാൻഷ്യൽ ഇയർ. ആ ഫൈനാൻഷ്യൽ ഇയറിലേക്കുള്ള ബഡ്ജറ്റ് 2026 February 1 പാർലമെന്റില് സെൻട്രൽ ഫിനാൻസ് മിനിസ്റ്റർ, യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ പ്രസന്റ് ചെയ്യുന്നതായിരിക്കും.